ഹലോ എവ്രിവൺ, കോർ സെൻറ്റർ ഓഫ് റിഗറസ് എക്സലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലൈമറ്റോളജിക്കകത്ത് വരുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പം അതിൻ്റെ കോമ്പോസിഷനും സ്ട്രക്ചറും എന്താണ് എന്ന് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് അറ്റ്മോസ്ഫിയർ എന്നുള്ളത്. അപ്പോൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ടേം ഡിറൈവ് ചെയ്ത് വരുന്നത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നുമാണ്. അറ്റ്മോസ് ആൻഡ് സ്ഫെരിയ എന്ന് പറയുന്ന രണ്ട് ടേമുകളിൽ നിന്നാണ് ഇന്ന് നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് വിളിക്കുന്ന ഒരു ടേം ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അറ്റ്മോസ് എന്ന ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം വേപ്പർ എന്നുള്ളതും സ്ഫെരിയ എന്ന് പറയുന്ന ഗ്രീക്ക് ടേമിൻ്റെ അർത്ഥം ബോൾ ഓർ ഗ്ലോബ് എന്നുള്ളൊരു അർത്ഥത്തിലുമാണ് ഇത് ഉപയോഗിക്കുന്നത്. സോ എർത്തിന് ചുറ്റും എർത്തിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്നതായ എയറിനെയാണ് നമ്മൾ ഇതുകൊണ്ട് അറ്റ്മോസ്ഫിയർ എന്ന് വിളിക്കാറുള്ളത്. സോ നമുക്ക് വേണമെങ്കിൽ അതൊരു ബ്ലാങ്കറ്റ് ഓഫ് ഗ്യാസസ് ആണ്. എർത്തിന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അറ്റാച്ച് ചെയ്ത് നിർത്തുന്നതായ എയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അറ്റ്മോസ്ഫിയർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം എർത്തിൻ്റെ ഏകദേശം 480 കിലോമീറ്ററോളം തിക്നെസ്സിലാണ് അറ്റ്മോസ്ഫിയർ സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ 99% തിക്നെസ്സും ലൈ ചെയ്യുന്നത് എർത്ത് സർഫേസിൽ നിന്നും 32 കിലോമീറ്റർ എബോവ് ആയിട്ടാണ് ഈ 99% ഓഫ് തിക്നെസ്സും ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ എർത്തിലേക്ക് ഒരു പ്രഷർ ചെലുത്തുന്നുണ്ട്. ഈ ഒരു പ്രഷർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 1013.25 മില്ലി ബാർ ആണ് എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 1034 ഗ്രാം പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് അറ്റ്മോസ്ഫിയർ ചെലുത്തുന്നതായ ഒരു പ്രഷർ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എർത്ത് സർഫേസിൻ്റെ ഏകദേശം 32 കിലോമീറ്ററിൻ്റെ മുകളിലോട്ടായിട്ട് ഏകദേശം 480 കിലോമീറ്ററോളം തിക്നെസ്സിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ അട്രാക്ഷൻ കാരണം നിൽക്കുന്നതായ ഒരു എയറിനെയാണ്, എയറും ഡസ്റ്റ് പാർട്ടിക്കിൾസും വാട്ടർ വേപ്പറും ഒക്കെ കൂടി ചേർന്നതായ ഒരു മിക്സ്ചറിനെയാണ് അറ്റ്മോസ്ഫിയർ എന്ന് വിളിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അറ്റ്മോസ്ഫിയർ എർത്തിലേക്ക് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രഷർ എന്ന് പറയുന്നത് ആവറേജ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 1013.25 മില്ലി ബാർ ആണ്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു പ്രഷർ കണ്ടീഷനാണിത്. അല്ലെങ്കിൽ 1034 ഗ്രാം പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് അറ്റ്മോസ്ഫിയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എയറിൻ്റെ പ്രഷർ ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയർ ആണ് എർത്തിനകത്ത് പല ജീവിതങ്ങളുടെയും ലൈഫും സസ്റ്റൈൻ ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ അറ്റ്മോസ്ഫിയർ ആണ്. ഓക്കെ, വ്യത്യസ്തമായിട്ടുള്ള പ്ലാനറ്റുകളിൽ ഒരു ജീവിതം പോസിബിൾ ആവാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഇത്തരത്തിലുള്ളൊരു അറ്റ്മോസ്ഫിയർ അവിടെ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത് ഗ്രാവിറ്റിയുടെ സഹായത്തോടു കൂടിയാണ് അറ്റ്മോസ്ഫിയർ എർത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത്. പ്രധാനമായിട്ടും എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ചെയ്യുന്ന പ്രധാനപ്പെട്ടൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത് മനുഷ്യന് ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേസസ് എർത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് ഇറങ്ങുന്നതിൽ നിന്നും അല്ലെങ്കിൽ എർത്ത് സർഫേസിലേക്ക് വരുന്നതിൽ നിന്നും റെസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അറ്റ്മോസ്ഫിയർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലി. അതല്ലാതെയും പലതരത്തിലുള്ള ജോലികളും അറ്റ്മോസ്ഫിയർ ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ജോലികളാണ് എർത്ത് സർഫേസിനകത്ത് മനുഷ്യനും മൃഗങ്ങളും ഉൾപ്പെടെയുള്ള വലിയൊരു ജന്തു ജീവജാല വർഗ്ഗങ്ങൾ ജീവിക്കുന്നതിന് കാരണമാകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫിയർ എന്താണെന്ന് നമ്മൾ നോക്കി. അറ്റ്മോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്നതായിട്ടുള്ള എയർ മാസ് ആണ്, എയർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ വരുന്ന കോമ്പണൻസ് എന്ന് പറയുന്നത് ഗ്യാസുകളും വാട്ടർ വേപ്പറുകളും സോളിഡ് മാറ്റേഴ്സുമാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഗ്യാസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒന്നാമത്തത് നൈട്രജൻ. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഗ്യാസ് നൈട്രജൻ ആണ്. ഏകദേശം 78.084% നൈട്രജൻ ഉണ്ട് എന്നുള്ളതാണ്. അടുത്തത് ഓക്സിജൻ 20.946 ആണ് ഓക്സിജൻ അറ്റ്മോസ്ഫിയറിലുള്ളത്. ആർഗൺ 0.934, കാർബൺ ഡൈ ഓക്സൈഡ് 0.037, നിയോൺ 0.00182, ഹീലിയം 0.00052, മീഥേൻ 0.00015, ക്രിപ്റ്റോൺ 0.00011% അറ്റ്മോസ്ഫിയറിലുള്ളത്. ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഗ്യാസ് എന്ന് പറയുന്നത് നൈട്രജനും ഓക്സിജനും ആർഗണുമാണ് എന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫിയറിൻ്റെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രധാനമായിട്ടും ഇവിടെ കണ്ടുവരുന്ന ഗ്യാസസ് എന്ന് പറയുന്നത്. അതുകൂടാതെ വാട്ടർ വേപ്പറും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പ്രധാനമായിട്ടും ഗ്രീൻ ഹൗസ് എഫക്റ്റുകളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതായത് സോളാർ റേഡിയേഷന് ഇൻകമിങ്ങിന് ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കും, എന്നാൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ ഔട്ട് ഗോയിങ് ചെയ്യുന്നതിനെ അത് എന്ത് ചെയ്യും, തടയുകയും ചെയ്യുന്നത് കൊണ്ട് എർത്ത് സർഫേസിനകത്ത് ഒരു ചൂട് നിലനിർത്തുന്നതിന് കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്യാസാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് അബ്സോർബ് എ പാർട്ട് ഓഫ് ടെറസ്ട്രിയൽ റേഡിയേഷൻ ആൻഡ് റിഫ്ലക്ട് ബാക്ക് സം ഓഫ് ഇറ്റ് ടുവേർഡ്സ് ദ എർത്ത് സർഫേസ് എന്നുള്ളതാണ്. അപ്പോൾ സണ്ണിൽ നിന്നും വരുന്ന എനർജിയെ അത് എർത്ത് സർഫേസിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. പക്ഷേ എർത്തിൽ നിന്നും തിരിച്ചു പോകുന്നതായിട്ടുള്ള ടെറസ്ട്രിയൽ റേഡിയേഷനെ അത് അബ്സോർബ് ചെയ്യുകയും അതിൻ്റെ ചെറിയൊരു എമൗണ്ട് അത് എർത്ത് സർഫേസിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഹീറ്റ് ബഡ്ജറ്റിൻ്റെ കാര്യം പഠിക്കുമ്പം ഒരു എനർജി എങ്ങനെയൊക്കെയാണ് ചെലവഴിക്കപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം കാർബൺ ഡൈ ഓക്സൈഡും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാട്ടർ വേപ്പറും ഇത്തരം ഗ്യാസുകളും കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൻ്റെ കോമ്പോസിഷനിൽ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പം സ്മോക്കോ അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ നിന്നോ മീറ്റിയോഴ്സിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ ആയിട്ടോ ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള തരത്തിൽ അറ്റ്മോസ്ഫിയറിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എത്താറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസും എന്ത് ചെയ്യാറുണ്ട്, അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു കോമ്പണൻ്റ് ആണ്, പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാനാവാത്ത ഒരു കോമ്പണൻ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓരോ പ്രധാനപ്പെട്ട ഗ്യാസുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. ആദ്യം ഓസോൺ ഗ്യാസ് ആണ്. അപ്പോൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു ടേമാണ് ഓസോൺ എന്ന് പറയുന്നത്. ഓസോൺ ഒരു എർത്ത് സർഫേസിൽ നിന്നും 10 to 15 കിലോമീറ്റർ എബോവ് ദ എർത്ത് സർഫേസ് ആണത് നിലനിൽക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ജോലി സണ്ണിൽ നിന്നും വരുന്ന മനുഷ്യന് ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാ വയലറ്റ് റേസസിനെ അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു എർത്ത് സർഫേസിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കവറായിട്ട് നിലനിൽക്കുന്നത് ഈ ഒരു ഓസോൺ ഗ്യാസ് ആണ് എന്നുള്ളതാണ്. ദെൻ വാട്ടർ വേപ്പറാണ്. വാട്ടർ വേപ്പർ എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ് വാട്ടർ വേപ്പർ എന്ന് പറയുന്നത്. ഇത് ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് വാട്ടർ വേപ്പർ ഡിക്ലൈൻ ചെയ്യാറുണ്ട്. ഇപ്പം ഇക്വേറ്ററിൻ്റെ മേഖലകളിലാണെങ്കിൽ ടെമ്പറേച്ചറും റെയിൻഫോളും ഒക്കെ കൂടുതലായതുകൊണ്ട് തന്നെ അവിടുത്തെ എയർ വാട്ടർ വേപ്പർ ധാരാളമായിട്ട് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. എന്നാൽ പോളിലേക്ക് പോകുമ്പോൾ അവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. അതുപോലെ തന്നെ പ്രസിപ്പിറ്റേഷൻ ഇല്ലാത്തത് കൊണ്ടും കൂടി അവിടുത്തെ വാട്ടർ വേപ്പറിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ ഇക്വേറ്ററിൽ നിന്നും പോൾവേർഡിലേക്ക് പോകുമ്പോൾ വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെയധികം കുറയുന്നതായിട്ട് കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വാട്ടർ വേപ്പർ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിനെയും എർത്തിൻ്റെ ഒരു എർത്ത് സർഫേസിനകത്ത് ഒരു നല്ല സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതിന് വളരെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വാട്ടർ വേപ്പർ എന്ന് പറയുന്നത്. കാരണം എയറിൻ്റെ സ്റ്റെബിലിറ്റിയും ഇൻസ്റ്റെബിലിറ്റിയും അവിടുത്തെ ഹ്യൂമൻ ലൈഫിനെ സ്വാധീനിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത്തരത്തിൽ സ്റ്റെബിലിറ്റിയെയും ഇൻസ്റ്റെബിലിറ്റിയെയും നിശ്ചയിക്കുന്നത് വാട്ടർ വേപ്പർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എന്താണ് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എന്താണ്, ഇൻസ്റ്റേബിൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്താണ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ഇത് പ്രധാനമായിട്ടും ടെമ്പറേച്ചർ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻസിലാണ് ഡസ്റ്റ് പാർട്ടിക്കിൾസിൻ്റെ ഹയർ കോൺസെൻട്രേഷൻ കാണാൻ കഴിയുന്നത്. കാരണം അവിടെ ഡ്രൈ വിൻഡ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അപ്പോൾ പോളാർ ആൻഡ് ഇക്വറ്റോറിയൽ റീജിയണിനെക്കാളും ടെമ്പറേച്ചർ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻസിൽ പ്രധാനമായിട്ടും ഡസ്റ്റ് പാർട്ടിക്കിൾസ് കാണുന്നുണ്ട്. അപ്പോൾ ഇതിന് കാരണം അവിടെ ഡ്രൈ വിൻഡിൻ്റെ കോൺസെൻട്രേഷൻ വളരെയധികം കൂടുതലാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഒരു ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയ ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇവിടെ ഒരു ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയ ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ദാറ്റ് മീൻ ഇത് വാട്ടർ വേപ്പറിനെ അട്രാക്ട് ചെയ്യുകയും ക്ലൗഡും പെട്ടെന്ന് തന്നെ വാട്ടർ ഡ്രോപ്ലെറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യുകയും ക്ലൗഡിൻ്റെയും പ്രസിപ്പിറ്റേഷൻ്റെയും ഫോർമേഷനെ വളരെയധികം സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ചെയ്യുന്ന ഒന്നാണ്. സോ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയ ആയിട്ട് മേഘങ്ങളും മഴയും രൂപീകൃതമാവുന്നതിന് ആവശ്യമായ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് വർത്തിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അടുത്തത് നൈട്രജൻ ആണ്. നൈട്രജൻ എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ 78% നൈട്രജൻ ആണ് ഉള്ളത്.
വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നൈട്രജനെ യൂസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പം ആനിമൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രോട്ടീനും DNA ഒക്കെ ഫോം ചെയ്യുന്നതിന് ആവശ്യമായിട്ട് നൈട്രജൻ വളരെയധികം ആവശ്യമാണ്. സോ അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള തരത്തിലാണ് ഈ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ എടുക്കുന്നത് എന്നുള്ളതാണ്. സോ ഓക്സിജനെ ഡൈല്യൂട്ട് ചെയ്യുന്നതിനും അറ്റ്മോസ്ഫിയറിൻ്റെ സ്റ്റെബിലിറ്റി നിലനിർത്തുന്നതിനും ഒക്കെ തന്നെ ഇത്തരത്തിൽ നൈട്രജൻ വളരെയധികം ഉപകാരപ്രദമാണ് എന്നുള്ളതാണ്. ഇനി അടുത്തത് ഓക്സിജൻ ആണ്. ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഏകദേശം 21% ആണ് അറ്റ്മോസ്ഫിയറിൽ ഉള്ളത്. ഹ്യൂമൻസിൻ്റെ റെസ്പിറേഷനും ആനിമൽസിൻ്റെയും ഹ്യൂമൻസിൻ്റെയും റെസ്പിറേഷന് വളരെയധികം ആവശ്യമുള്ളതായിട്ടുള്ള ഒരു ഘടകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഓക്സിഡേഷൻ പ്രോസസ്സുകൾക്കൊക്കെയും ഇത് സഹായിക്കുന്നുണ്ട്. ദെൻ അടുത്താണ് ആർഗൺ. ഏകദേശം 0.93% ആർഗൺ ഉണ്ട്. ഇത് ഇനേർട്ട് ആയിട്ടുള്ളൊരു ഗ്യാസ് ആണ്, അതായത് നോൺ റിയാക്റ്റീവ് ആയിട്ടുള്ളൊരു ഗ്യാസ് ആണ്. ഇതിനെ ഇനേർട്ട് ഗ്യാസ് എന്നാണ് വിളിക്കുന്നത്. ഇത് നോൺ റിയാക്റ്റീവ് ആയിട്ടുള്ളൊരു ഗ്യാസ് ആണ്. ഇതും അറ്റ്മോസ്ഫിയറിക്കിൻ്റെ ബാലൻസ് നിലനിർത്തുന്നതിന് സഹായകരമാകുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള മേഖലകളിൽ ഇലക്ട്രിക് ബൾബ്, അതിൻ്റെ വെൽഡിങ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇലക്ട്രിക് ബൾബുകൾക്കും അതിൻ്റെ വെൽഡിങ്ങിനും വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഗ്യാസ് ആണ് ആർഗൺ എന്ന് പറയുന്നത്. അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 0.03 to 0.04% വരെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പ്ലാന്റിൻ്റെ ഫോട്ടോസിന്തസിസിന് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോട്ടോസിന്തസിസിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നാൽ മാത്രമേ ബാക്കിയുള്ള ഫുഡ് ചെയിനിൻ്റെ ഒരു ഫുഡ് വെബിൻ്റെ എൻറ്റയർ ആയിട്ടുള്ള പ്രോസസ്സുകളും അതുവഴി മാത്രമേ നടക്കൂ എന്നുള്ളതാണ്. ദെൻ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ സണ്ണിൽ നിന്നും വരുന്നതായിട്ടുള്ള എനർജിയെ പെനിട്രേറ്റ് ചെയ്യാൻ എർത്തിൻ്റെ സർഫേസിലേക്ക് എത്താൻ സഹായിക്കുകയും അതേസമയം എർത്ത് സർഫേസിൽ നിന്നും പോകുന്ന ടെറസ്ട്രിയൽ റേഡിയേഷനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അതിനെ റീഡയറക്റ്റ് ചെയ്തുകൊണ്ട് എർത്ത് സർഫേസിലെ ടെമ്പറേച്ചർ നിലനിർത്തുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എഫക്റ്റും അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസിനും വളരെയധികം ഉപകാരപ്രദമാണ് എന്നുള്ളതാണ്. പിന്നെ ഇത് കൂടാതെ വാട്ടർ വേപ്പർ ഉണ്ട്. ഒരു 0 to 4% വരെയൊക്കെ വാട്ടർ വേപ്പർ അറ്റ്മോസ്ഫിയറിൽ കാണാൻ വേണ്ടി പറ്റും. പ്രധാനമായിട്ടും ക്ലൗഡും റെയിനും വെതർ കണ്ടീഷനെയും ഒക്കെ നിയന്ത്രിക്കുന്നത് വാട്ടർ വേപ്പർ ആണ് എന്നുള്ളതാണ്. ദെൻ മേജർ ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പോലെ തന്നെ വളരെ മേജർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് വാട്ടർ വേപ്പർ എന്ന് പറയുന്നത്. പിന്നെ എർത്ത് സർഫേസിലെ ഹ്യൂമിഡിറ്റിയെയും ഹീറ്റ് ബാലൻസിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് വാട്ടർ വേപ്പറാണ്. അപ്പം ഡസ്റ്റ് പാർട്ടിക്കിൾസും വാട്ടർ വേപ്പറും ഈ ഗ്യാസസും ഒക്കെ തന്നെ വളരെ ഉപകാരപ്രദമാണ് എന്നുള്ളതാണ്. ഇത് കൂടാതെ ഇപ്പം മീഥെയിനെ പോലെയും നിയോണും ഹീലിയം, ക്രിപ്റ്റോൺ, ഹൈഡ്രജൻ തുടങ്ങിയ പലതരത്തിലുള്ള ഗ്യാസുകളും അറ്റ്മോസ്ഫിയറിലുണ്ട്. അപ്പം മീഥെയിനൊക്കെ ആണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഈ വെറ്റ്ലാൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്കുകളുടെയും ഡീകമ്പോസിഷൻ കാരണമൊക്കെയാണ് ഇത്തരത്തിലുള്ള മീഥെയിൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ പോലെ തന്നെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഹൗസ് ആണ്. ചിലപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് മീഥെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു എർത്ത് സർഫേസിനകത്ത് പല തരത്തിലുള്ള പ്രോസസ്സുകളെയും ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും സ്വാധീനിക്കുന്ന പല തരത്തിലുള്ള ഗ്യാസുകളും ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ഗ്യാസുകളാണ് ചുരുക്കത്തിൽ എന്താണ് ഒരു ഹ്യൂമൻ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരു എർത്തിൻ്റെ സ്റ്റെബിലിറ്റി ആൻഡ് ഇൻസ്റ്റെബിലിറ്റിയെ നിയന്ത്രിക്കുന്നതും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഗ്യാസുകളാണ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ആണ്. ഓക്കെ, അറ്റ്മോസ്ഫിയറിൻ്റെ സ്ട്രക്ചറിനെ നമുക്ക് പലതരത്തിലും ഡിവൈഡ് ചെയ്യാം. കോമ്പോസിഷൻ, അതിൻ്റെ ഡെൻസിറ്റി, പ്രഷർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ വേരിയേഷൻ, ഇതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ബ്രോഡായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ഒന്ന് കെമിക്കൽ കോമ്പോസിഷൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ടെമ്പറേച്ചറിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ക്ലാസിഫൈ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി കോമ്പോസിഷൻ്റെ അടിസ്ഥാനത്തിൽ എർത്ത് സർഫേസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഹോമോസ്ഫിയർ ആൻഡ് ഹെട്രോസ്ഫിയർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഹോമോസ്ഫിയർ എന്ന് നമുക്ക് നോക്കാം. ഹോമോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിൻ്റെ ലോവർ ആയിട്ടുള്ളൊരു സെഗ്മെൻ്റ് ആണ്. ഇതിനകത്താണ് നമ്മുടെ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ ഇങ്ങനെയുള്ള എല്ലാ സോണുകളും ഇതിനകത്താണ് വരുന്നത്. ഇതൊരു യൂണിഫോം സോണായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. ഓക്കെ, ഹോമോസ്ഫിയർ എന്ന് പറയുന്നത് എർത്ത് സർഫേസിൻ്റെ ലോവർ ആയിട്ടുള്ളൊരു സെഗ്മെൻ്റ് ആണ്. ഈ ലോവർ ആയിട്ടുള്ള സെഗ്മെൻറ്റിനകത്താണ് ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും മെസോസ്ഫിയറും വരുന്നത്. ഇത് ഓൾമോസ്റ്റ് യൂണിഫോം
യൂണിഫോം ആയിട്ടുള്ളൊരു സ്ഫിയർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. ഓക്കെ, ദെൻ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരുന്ന സ്ഫിയറിനെയാണ് നമ്മൾ ഹെട്രോസ്ഫിയർ എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, ഹെട്രോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിക്യുലാർ വെയിറ്റ് ആൻഡ് ഇലക്ട്രിക് ചാർജ് കാരണം രൂപീകൃതമായിരിക്കുന്ന ഒരു ലെയറാണ് ഹെട്രോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഹെട്രോസ്ഫിയറിൻ്റെ റീജിയനെ പൊതുവേ നമ്മൾ തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ എന്നിങ്ങനെ രണ്ട് റീജിയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുമെങ്കിലും അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഗ്യാസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ ഹെട്രോസ്ഫിയറിനെ എഗെയിൻ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ, ദാറ്റ് മീൻ മോളിക്യുലാർ നൈട്രജൻ ലെയർ, ആറ്റോമിക് ഓക്സിജൻ ലെയർ, ഹീലിയം ലെയർ, ഹൈഡ്രജൻ ലെയർ, ഇങ്ങനെയൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഇത് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഗ്യാസിൻ്റെ ഒരു ഏതൊക്കെ ഗ്യാസുകളാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹെട്രോസ്ഫിയറിനെ ഇത്തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പല കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ഇതിൻ്റെ ഒരു ഓർഡർ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഹെട്രോസ്ഫിയർ എന്ന് പറയുന്ന സമയത്ത് ഒന്ന് മോളിക്യുലാർ നൈട്രജൻ ലെയർ ആണ്. ഏകദേശം 90 മുതൽ ഒരു 200 കിലോമീറ്ററിൻ്റെ ആ ഭാഗങ്ങൾ വരെ കാണുന്നതാണ് മോളിക്യുലാർ നൈട്രജൻ ലെയർ എന്ന് പറയുന്നത്. ദെൻ അറ്റോമിക് ഓക്സിജൻ ലെയർ അതിൻ്റെ നൈട്രജൻ ലെയറിന് തൊട്ട് മുകളിലായിട്ട് കാണുന്നു. അതിൻ്റെ മുകളിലായിട്ട് കാണുന്നതാണ് ഹീലിയം ലെയർ. അതിൻ്റെ മുകളിലായിട്ട് കാണുന്നതാണ് ഹൈഡ്രജൻ ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, അതല്ലാതെ ഇതിന് തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഗ്യാസിൻ്റെ അടിസ്ഥാനത്തിൽ നൈട്രജൻ ലെയർ, രണ്ടാമത്തത് ഓക്സിജൻ ലെയർ, ഹീലിയം ലെയർ, ഹൈഡ്രജൻ ലെയർ തുടങ്ങിയവയൊക്കെ തന്നെ തുടങ്ങിയ രീതിയിലും ഇത് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഹെട്രോസ്ഫിയർ എന്ന് പറയുന്ന സമയത്ത് അവിടെ യൂണിഫോംലി മിക്സ്ഡ് അല്ലാത്ത ഗ്യാസുകൾ യൂണിഫോംലി മിക്സ്ഡ് അല്ലാത്തൊരു ലെയറിനെയാണ് ഹെട്രോസ്ഫിയർ എന്ന് വിളിച്ചത്. യൂണിഫോംലി മിക്സ്ഡ് ആയിട്ടുള്ള ലെയറാണ് ഹോമോസ്ഫിയർ. അപ്പോൾ അവിടെ അതിനകത്ത് ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും മെസോസ്ഫിയറും വരുന്നു. ഇനി അറ്റ്മോസ്ഫിയറിനകത്ത് ഗ്യാസുകൾ യൂണിഫോംലി മിക്സ്ഡ് അല്ലാതെ അതിൻ്റെ വെയിറ്റിനെയും ഇലക്ട്രിക് ചാർജിൻ്റെയും അടിസ്ഥാനത്തിൽ ലെയറാക്കി കിടക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ ഹെട്രോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഹെട്രോസ്ഫിയറിനകത്ത് നിർബന്ധമായിട്ട് നമ്മൾ നോക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നൈട്രജൻ ലെയർ, ഓക്സിജൻ ലെയർ, അതുപോലെ തന്നെ ഹീലിയം ലെയർ ആൻഡ് ഹൈഡ്രജൻ ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് അതിനകത്ത് പ്രധാനമായിട്ടും ഉള്ളത്. ഇവിടെ വളരെ ലോ ആയിട്ടുള്ളൊരു എയർ ഡെൻസിറ്റി ആയിരിക്കും, എക്സ്ട്രീംലി തിൻ ആയിട്ടുള്ള എയർ ആയിരിക്കും, ഹൈ ടെമ്പറേച്ചർ ആണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹെട്രോസ്ഫിയറിനെ നമുക്ക് എഗെയിൻ രണ്ട് ക്ലാസിഫിക്കേഷൻ കൂടി ചെയ്യുന്നുണ്ട്. ഒന്ന് തെർമോസ്ഫിയറും അതുപോലെ തന്നെ എക്സോസ്ഫിയറും. തെർമോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഹെട്രോസ്ഫിയറിൻ്റെ ബോട്ടം ആയിട്ടുള്ളൊരു ഏരിയയാണ് തെർമോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ കുറച്ചുകൂടെ മുകൾ ഭാഗത്തെയാണ് എക്സോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം എക്സോസ്ഫിയറും തെർമോസ്ഫിയർ എന്ന് പറയുന്ന രണ്ട് സ്ഫിയേഴ്സ് ഉണ്ട്. അതല്ലാതെ തന്നെ മോളിക്യുലാർ വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്യാണ്. ഓക്കെ, ഗ്യാസിൻ്റെ മോളിക്യുലാർ വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു നൈട്രജൻ ലെയർ, അതുപോലെ തന്നെ ഓക്സിജൻ ലെയർ, ഹീലിയം ലെയർ ആൻഡ് ഹൈഡ്രജൻ ലെയർ. അത് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നതിൻ്റെ കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത് ചിലപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഈ മോളിക്യുലാർ വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്യാസുകൾ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് തെർമോസ്ഫിയറിൻ്റെയും എക്സോസ്ഫിയറിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഏരിയയിലാണ്. ഓക്കെ, അപ്പോൾ ഹോമോസ്ഫിയറിൻ്റെ തൊട്ട് മുകളിലായിട്ടും അതേപോലെ തന്നെ ഹോമോസ്ഫിയറിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഹെട്രോസ്ഫിയർ കാണപ്പെടുന്നത്. ഇതിനകത്താണ് തെർമോസ്ഫിയറും എക്സോസ്ഫിയറും ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു കെമിക്കൽ കോമ്പോസിഷൻ്റെ അടിസ്ഥാനത്തിൽ ഹോമോസ്ഫിയർ ആൻഡ് ഹെട്രോസ്ഫിയർ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കപ്പെട്ടിരിക്കുന്നു. ഹോമോസ്ഫിയർ എന്ന് പറയുന്ന സമയത്ത് യൂണിഫോം ആയിട്ടുള്ള തരത്തിലാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ അല്ലാത്ത സോണിനെ ഹെട്രോസ്ഫിയർ എന്ന് പറയുന്നു. ഹെട്രോസ്ഫിയറിൽ മോളിക്യുലാർ വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ പാർട്സ് ഓഫ് തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ ആണ്. എക്സോസ്ഫിയർ എന്ന് പറയുമ്പം തെർമോസ്ഫിയർ ആണ് ഏറ്റവും ലോവർ ആയിട്ടുള്ളൊരു ബോട്ടം റീജിയൻ ആണ്. ദെൻ എക്സോസ്ഫിയർ എന്ന് പറയുമ്പം ടോപ്പ് ആയിട്ടുള്ളൊരു റീജിയൻ ആണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിനെ ടെമ്പറേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ എന്നിങ്ങനെ നമുക്ക് അഞ്ചായിട്ട് തരംതിരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്നത് നമുക്കറിയാം ഒന്ന് ട്രോപ്പോസ്ഫിയർ ആണ്. അതിൻ്റെ തൊട്ട് മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ വരുന്നു. ദെൻ മെസോസ്ഫിയർ വരുന്നു.
ദെൻ തെർമോസ്ഫിയർ വരുന്നു, ദെൻ എക്സോസ്ഫിയർ വരുന്നു. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളതാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഇടയിൽ ഓരോ സ്ഫിയറുകളുടെയും ക്യാരക്ടറിസ്റ്റിക്സുകൾ സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് മറ്റൊരു ലെയറിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഇടയിലുള്ള ചില ഫോഴ്സുകളുണ്ട്. ഓക്കെ, ഇപ്പം ട്രോപ്പോസ്ഫിയറിൻ്റെയും സ്ട്രാറ്റോസ്ഫിയറിൻ്റെയും ഇടയിൽ ട്രോപ്പോപോസ് ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രാറ്റോഫോഴ്സ് ഉണ്ട്, മെസോഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോഴ്സുകളും ഇതിനകത്ത് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ലെയറിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പം എർത്തിൻ്റെ ഏറ്റവും ലോവർ മോസ്റ്റ് ആയിട്ടുള്ളൊരു ലെയറാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, എർത്തിൻ്റെ ഏറ്റവും ലോവർ മോസ്റ്റ് ആയിട്ടുള്ളൊരു ലെയറാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 13 കിലോമീറ്റർ ആണ്. പക്ഷേ ഇക്വേറ്ററിൻ്റെ സൈഡ് ഒരു 18 കിലോമീറ്ററോളവും അതുപോലെ തന്നെ പോൾസിൻ്റെ സൈഡ് 8 കിലോമീറ്റർ മാത്രവുമായിരിക്കും ഈ ഒരു ലെയർ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ലെയറിന് ട്രോപ്പോസ്ഫിയർ എന്നുള്ളൊരു നെയിം ആദ്യമായിട്ട് കൊടുക്കുന്നത് ടെസിറൻസി ഡീബോർട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. 1902 ടെസിറൻസി ഡീബോർട്ട് എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് ഈ ഒരു ട്രോപ്പോസ്ഫിയറിന് ഈ ഒരു നെയിം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേറ്ററും പോളും തമ്മിലുള്ള ഈ ഒരു വ്യത്യാസത്തിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, at the equator its thickness is greatest because heat is transported to great height by strong convection currents എന്നുള്ളതാണ്. അപ്പം ഇക്വേറ്ററിലെ ഹൈ ടെമ്പറേച്ചറും സ്ട്രോങ് ആയിട്ടുള്ള കൺവെൻഷനുമാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത്. ഇപ്പം ഇക്വേറ്റർ വളരെ കൂടുതലായിട്ടുള്ള സൺലൈറ്റ് ഒരു വർഷം മുഴുവനായിട്ടും സൺലൈറ്റ് കൂടുതലായിട്ട് റിസീവ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ എയർ എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഡെൻസിറ്റി കുറയുന്നു, എന്ത് ചെയ്യുന്നു, ഇത് റൈസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എയർ എക്സ്പാൻഡ് ചെയ്യുന്നു, അതിൻ്റെ ഡെൻസിറ്റി കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് അത് വളരെ ഉയരത്തിലേക്ക് റൈസ് ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പാൻഷനാണ് ട്രോപ്പോസ്ഫിയറിനകത്ത് വെർട്ടിക്കൽ തിക്നെസ്സിന് കാരണമാകുന്നത് എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ ഇക്വേറ്റർ റീജിയണിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു കൺവെൻഷണൽ കറണ്ട് ഉണ്ട്. ഈ സ്ട്രോങ് ആയിട്ടുള്ള കൺവെൻഷണൽ കറണ്ട് എയറിനെ പുഷ് ചെയ്യുകയും ട്രോപ്പോസ്ഫിയറിനെ അപ്വേർഡ് ആക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് പോളിനെ അപേക്ഷിച്ച് ട്രോപ്പോസ്ഫിയർ ടോളറായിട്ട് കാണുന്നതിന് കാരണമാകുന്നുണ്ട്. ഇനി പോളാറിൻ്റെ സിറ്റുവേഷനിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ പോളിൽ വളരെ കോൾഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പം കോൾഡ് എയർ എന്ത് ചെയ്യുന്നു, കോൾഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അവിടുത്തെ എയറിനെ ഡെൻസർ ആക്കുന്നു, ഡെൻസിറ്റി കൂടിയതാക്കുകയും അത് സിങ്ക് ചെയ്യുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പം ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് കുറയുകയാണ്. ഓക്കെ, വെയിറ്റ് കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് മുകളിലോട്ട് ഉയർന്നു പൊങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് ഇക്വറ്റോറിയലിൻ്റെ ഭാഗത്ത് നടക്കുന്നത്. ഇപ്പോൾ പോളാറിൻ്റെ ഭാഗത്ത് പോവുകയാണെങ്കിൽ അവിടെ എയർ കോൾഡാണ്. കോൾഡ് എന്ന് പറയുമ്പോൾ വെയിറ്റ് കുറച്ചുകൂടെ കൂടുതലാണ്, ഡെൻസിറ്റി കൂടുതലാണ്. സോ ഡെൻസിറ്റി കൂടുമ്പം അതിന് ഒരുപാട് ഹൈറ്റിലേക്ക് ഉയർന്നു പൊങ്ങാൻ വേണ്ടി കഴിയില്ല. അത് എർത്ത് സർഫേസിൻ്റെ തൊട്ട് അടുത്ത ഭാഗങ്ങളിലായിട്ട് തന്നെ നിൽക്കും. ഇത് പോൾ റീജിയണിലുള്ള ട്രോപ്പോസ്ഫിയറിനെ വളരെ തിന്നറായിട്ട് കാണുന്നതിന് കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇക്വേറ്ററിൻ്റെ സൈഡ് ഒരു 18 കിലോമീറ്റർ ദൂരത്തിലും പോൾസിൻ്റെ സൈഡ് ഒരു 8 കിലോമീറ്റർ ദൂരത്തിലും ട്രോപ്പോസ്ഫിയർ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിൻ്റെയും കൺവെൻഷണൽ കറണ്ടിൻ്റെയും പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിലൊരു മാറ്റം ട്രോപ്പോസ്ഫിയറിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ എല്ലാ തരത്തിലുള്ള വെതർ ചേഞ്ചസും ഈ ഒരു ലെയറിലാണ് നടക്കുന്നത്. ഇപ്പം എല്ലാ തരത്തിലുള്ളത് റൈൻഫോൾ, സ്റ്റോം, എല്ലാ തരത്തിലുള്ള അറ്റ്മോസ്ഫിയറിൻ്റെ എല്ലാ തരത്തിലുള്ള വെതറും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്താണ്. ഇപ്പോൾ ക്ലൗഡ് ആണെങ്കിലും റൈൻ ആണെങ്കിലും സ്റ്റോംസ് ആണെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു മേഖലയിലാണ് രൂപീകൃതമാകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ എയർ ആൻഡ് വാട്ടർ വേപ്പർ ഏറ്റവും കൂടുതൽ കണ്ടൈൻ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ് എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു മേഖലയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഹൈറ്റ് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു മേഖലയിൽ ടെമ്പറേച്ചർ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഡിക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ട്രോപ്പോസ്ഫിയറിൽ ഒരു 1 കിലോമീറ്റർ മുകളിലോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു 1000 മീറ്റർ നമ്മൾ മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 6.5 ഡിഗ്രി സെൽഷ്യസ് പെർ ടെമ്പറേച്ചർ 1 കിലോമീറ്ററിന് കുറയും എന്ന് പറയുന്നുണ്ട്. ഇതിനെ നമ്മൾ നോർമൽ ലാപ്സ് റേറ്റ് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ലാപ്സ് റേറ്റ് എന്നാണ് വിളിക്കുക. ഇതല്ലാത്ത സിറ്റുവേഷൻസും ഉണ്ട്. പക്ഷെ നോർമലി ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയണം എന്നുള്ളതാണ്. അതും ഓരോ 1 കിലോമീറ്ററിനും 6.5 ഡിഗ്രി സെൽഷ്യസ് പെർ ടെമ്പറേച്ചർ കുറയണം എന്നുള്ളതാണ് നോർമൽ ലാപ്സ് റേറ്റ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള റീജിയനെയാണ് നമ്മൾ ട്രോപ്പോസ്ഫിയർ എന്ന് വിളിക്കുക. അപ്പോൾ ഈ ട്രോപ്പോസ്ഫിയറിന് തൊട്ടടുത്ത് നിൽക്കുന്ന മേഖലയാണ് സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ ഈ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് എത്തുന്നതിന് മുമ്പേ
ട്രോപ്പോസ്ഫിയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം സഡൻ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുകയും വളരെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൻ്റെ സോണും നിലനിൽക്കുന്നുണ്ട്. ഈ സോണിനെ നമ്മൾ ട്രോപ്പോഫോസ് എന്നാണ് വിളിക്കാറുള്ളത്. ഓക്കെ, ട്രോപ്പോഫോസ് എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൻ്റെ തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന ടെമ്പറേച്ചർ വളരെയധികം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ട്രോപ്പോഫോസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഒരു ട്രോപ്പോഫോസ് എന്ന് പറയുന്ന ഒരു ടേം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് നേപ്പിയർ ഷോയാണ്. അപ്പോൾ ഈ ട്രോപ്പോസ്ഫിയർ എന്നുള്ളൊരു ടേം എന്ന് പറയുമ്പോൾ സോൺ ഓഫ് മിക്സിംഗ് എന്നാണ് നമ്മൾ വിളിക്കുക ട്രോപ്പോസ്ഫിയറിനെ. ഈ ഒരു ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത് ടെസറൻസി ഡി ബോർട്ടും ട്രോപ്പോഫോസ് എന്ന് പറയുന്ന ഒരു ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത് നേപ്പിയർ ഷോയുമാണ്. ഈ ഒരു മേഖലയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നോർമൽ ലാപ്സ് റേറ്റ് ആണ്. ഓക്കെ, നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുമ്പോൾ temperature decreases with the increasing height, 6.5 degrees Celsius per 1 kilometer or 1000 meter altitude-നാണ് ഈ ഒരു ചേഞ്ച് വരുന്നത് എന്നുള്ളതാണ്. അടുത്ത ഒന്നാണ് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 50 കിലോമീറ്ററോളം ഹൈറ്റിലാണ് സ്ട്രാറ്റോസ്ഫിയർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലെയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഡ്രൈ ആയിട്ടുള്ള വാട്ടർ വേപ്പർ കണ്ടന്റ് വളരെയധികം കുറവായിട്ടുള്ളൊരു ഏരിയ ആണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ വാട്ടർ വേപ്പറിൻ്റെ കണ്ടന്റ് കുറവായതുകൊണ്ട് തന്നെ അവിടെ വെതർ ഫിനോമിനാസ് നടക്കാനുള്ള സാധ്യതകളും വളരെയധികം കുറവാണ്. അതുകൊണ്ട് ഫ്ലൈറ്റൊക്കെ ഈ ഒരു സ്ഥലത്താണ് എയറോപ്ലെയിനൊക്കെ പോകുന്നത് ഈ ഒരു ഏരിയയിലാണ് എന്നുള്ളതാണ്. കാരണം ഇവിടെ വെരി ഡ്രൈ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ്, വളരെ ലിറ്റിൽ ആയിട്ടുള്ളൊരു വാട്ടർ വേപ്പറാണ്. അതേപോലെ തന്നെ വളരെ സ്റ്റഡി ആയിട്ടുള്ളൊരു വെതർ ഫിനോമിന നമുക്കിവിടെ കാണാൻ കഴിയും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ വിൻസ് ഒക്കെയുള്ള വളരെ സ്റ്റഡി ആയിട്ടുള്ളൊരു ഫിനോമിന നമുക്കിവിടെ വെതർ ഫിനോമിന ഇവിടെ കാണാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഈ മേഖലകളിൽ എയറോപ്ലെയിനുകൾ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പർ മോസ്റ്റ് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ കുറച്ചുകൂടെ മുകൾ ഭാഗത്തെയാണ് നമ്മൾ ഓസോണോസ്ഫിയർ എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, ഓസോൺ ഗ്യാസുകൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്ന ഭാഗമാണ് ഈ ഒരു ലെയർ. സ്ട്രാറ്റോസ്ഫിയറിന് തൊട്ട് മുകളിലായിട്ടാണ് ഈ ഒരു ലെയർ വരുന്നത്. അതായത് അപ്പർ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഭാഗങ്ങളാണ് ഓസോണോസ്ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 30-50 കിലോമീറ്റർ അല്ലെങ്കിൽ 60 കിലോമീറ്റർ വരെ, അതായത് മെസോസ്ഫിയറിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി ചേർത്തിട്ടാണ് ഈ ഓസോണോസ്ഫിയർ നിലവിലുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു 30 കിലോമീറ്റർ മുതലാണ് ഓസോണോസ്ഫിയർ വരുന്നത്. ഓസോണിൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇവിടുത്തെ ഓസോണിൻ്റെ ഒരു തിക്നെസ് ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഡോപ്സൺ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജസ്റ്റ് അതൊരു ജനറൽ നോളേജ് ആയിട്ട് പറയുകയാണ്. നമ്മൾ ഓസോണിൻ്റെ ലെയർ അതിൻ്റെ തിക്നെസ് മെഷർ ചെയ്യുന്നത് ഡോപ്സൺ യൂണിറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആൻഡ് ഈ ഓസോണോസ്ഫിയറിനെ നമ്മൾ കീമോസ്ഫിയർ എന്നും കൂടി വിളിക്കാറുണ്ട്. കാരണം ധാരാളമായിട്ടുള്ള കെമിക്കൽ ആക്ടിവിറ്റീസ് ഈ ഭാഗങ്ങളിൽ ഈ ഓസോണോസ്ഫിയറിൻ്റെ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഇവിടുത്തെ ടെമ്പറേച്ചർ റൈസസ് അറ്റ് റേറ്റ് ഓഫ് 5 ഡിഗ്രി പെർ കിലോമീറ്റർ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഓസോണോസ്ഫിയറിൽ ടെമ്പറേച്ചർ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഏകദേശം 5 ഡിഗ്രി സെൽഷ്യസ് പ്രകാരം ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുമ്പോൾ ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലായിട്ട് ഏകദേശം 50 കിലോമീറ്റർ മേഖലകളിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നു. ഇതിൻ്റെ 30 കിലോമീറ്ററിന് മുകളിലുള്ള ഭാഗത്ത് ഓസോണിൻ്റെ ലെയർ വളരെയധികം കൂടുതലായിട്ട് കാണപ്പെടുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ ഓസോണോസ്ഫിയർ അല്ലെങ്കിൽ കീമോസ്ഫിയർ, കെമിക്കൽ ആക്ടിവിറ്റീസ് ധാരാളമായിട്ട് നടക്കുന്നതുകൊണ്ട് ഇതിനെ കീമോസ്ഫിയർ എന്ന പേരിലും കൂടി നമ്മൾ അറിയപ്പെടുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇവിടെ ടെമ്പറേച്ചർ ട്രോപ്പോസ്ഫിയറിനെ പോലെയല്ല, ഈ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു 5 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ഇതിനകത്ത് ഇൻക്ലൂഡ് ഹൈ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, സ്ട്രാറ്റോസ്ഫിയറിൻ്റെ അപ്പർ ലെയറിൽ മാത്രമാണ് ഈ ടെമ്പറേച്ചർ ഇൻക്രീസിങ് സംഭവിക്കുന്നത്, കാരണം ഓസോൺസിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട്. പക്ഷെ ലോവർ ലെയർ എന്ന് പറയുന്നത് അവിടുത്തെ ടെമ്പറേച്ചർ റിമൈൻ ഓൾമോസ്റ്റ് ദ സെയിം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 20-30 കിലോമീറ്റർ വരെയുള്ള സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചറിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും ഇല്ലാതെ ടെമ്പറേച്ചർ വളരെയധികം സ്റ്റേബിൾ ആയിട്ട് തരത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അപ്പർ ലിമിറ്റിൽ മാത്രമാണ്, അഥവാ ഓസോണോസ്ഫിയറിൽ മാത്രമാണ് ടെമ്പറേച്ചർ ഒരു 5 ഡിഗ്രി സെൽഷ്യസ് വീതം കൂടുന്നത് എന്നുള്ളതാണ്. അത് നമ്മൾ പ്രധാനമായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനി സ്ട്രാറ്റോസ്ഫിയറിന് തൊട്ട് മുകളിൽ കാണപ്പെടുന്ന, അതായത് 50-80 കിലോമീറ്ററോളം എക്സ്റ്റൻഷനിൽ കാണപ്പെടുന്ന ഒന്നാണ് മെസോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടെ എത്തുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ സ്റ്റാർട്ട് ഡിക്രീസിങ് വിത്ത് ഇൻക്രീസിങ് ഓൾട്ടിറ്റ്യൂഡ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം ട്രോപ്പോസ്ഫിയറിൽ ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഓൾട്ടിറ്റ്യൂഡ് ആണ്.
ട്രോപ്പോപാസും സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഒരു ലോവർ പോർഷനിലുമൊക്കെ ടെമ്പറേച്ചർ വളരെയധികം സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ അപ്പർ സെക്ഷനിൽ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഓൾട്ടിറ്റ്യൂഡ് ആണ്. ആൻഡ് മെസോസ്ഫിയറിനകത്തേക്ക് വരുമ്പം ടെമ്പറേച്ചർ വീണ്ടും ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കുറവ് ടെമ്പറേച്ചർ അനുഭവപ്പെടുന്ന മേഖല മെസോസ്ഫിയർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ മീറ്റിയോഴ്സ്, സ്റ്റാർസിൻ്റെ ഫാളിങ് ഒക്കെ തന്നെ ഈ ഒരു ലെയറിലാണ് ഒക്യൂർ ചെയ്യുന്നത്. മീറ്റിയോഴ്സ് ബേൺ ചെയ്യുന്നതും ഈ ഒരു മേഖലകളിൽ നിന്നാണ്. ദെൻ അതുപോലെ തന്നെ നൊക്ടിലൂസൻ ക്ലൗഡുകളുടെ പ്രസൻസും മെസോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. കാരണം നമുക്കൊരു നേക്കഡ് ഐ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് ക്ലൗഡുകളാണ് നൊക്ടിലൂസൻ ക്ലൗഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും മെസോസ്ഫിയറിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ദെൻ അതേപോലെ തന്നെ അന്തരീക്ഷത്തിലെ ഏറ്റവും ചൂട് കുറഞ്ഞ സ്ഥലം -90°C ഒക്കെയാണ് അവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ അപ്പർ ലിമിറ്റിന് നമ്മൾ മെസോസ്ഫിയർ എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ അപ്പർ ലിമിറ്റ് മെസോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. അവിടെ ഈ മെസോഫോസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഈ ഹോമോജീനിയസ് ആയിട്ടുള്ള മെസോസ്ഫിയറിൻ്റെ ഒരു ഇത് എൻഡ് ചെയ്യുന്ന സ്ഥലത്തെയാണ് മെസോഫോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പർ ലിമിറ്റ് മെസോഫോസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. ഇനി അടുത്തൊന്നാണ് തെർമോസ്ഫിയർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതിൻ്റെ ഒരു ഭാഗമാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 400 to 1000 കിലോമീറ്റർ വരെയൊക്കെ ഈ തെർമോസ്ഫിയർ ഉണ്ട്. ആ തെർമോസ്ഫിയറിൽ ഏകദേശം 80 to 400 കിലോമീറ്റർ വരെയൊക്കെ അയണോസ്ഫിയർ ആണ് ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇവിടെ വളരെ ലോ പ്രഷറായിട്ട് അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് ഈ തെർമോസ്ഫിയറിൻ്റെ ഭാഗങ്ങൾ. നമ്മുടെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആൻഡ് സാറ്റലൈറ്റ് ഓർബിറ്റ് ഈ ഒരു ഭാഗങ്ങളിലാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. അതുപോലെ തന്നെ ഈ മേഖലയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് ഒറോറയാണ്. ഒരു നാച്ചുറൽ ലൈറ്റ് ഡിസ്പ്ലേ ആണ്. അപ്പർ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന ഒരു നാച്ചുറൽ ലൈറ്റ് ഡിസ്പ്ലേ ആയിട്ടുള്ള ഒറോറ ഈ ഭാഗങ്ങളിലാണ്, തെർമോസ്ഫിയറിൻ്റെ ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും കാണുന്നത്. യൂഷ്വലി നമുക്കിത് പോളാർ റീജിയനിലാണ് കാണാൻ കഴിയുക. ഇപ്പോൾ നോർത്ത് പോളിലും കാണാൻ കഴിയും, സൗത്ത് പോളിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ നോർത്ത് പോളിലാണ് നാച്ചുറൽ ലൈറ്റ് ഡിസ്പ്ലേ ആയിട്ടുള്ള ഒറോറ കാണുന്നതെങ്കിൽ ഇതിന് ഒറോറ ബൊറിയാലിസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി അതല്ല, സദേൺ പോളിൽ കാണപ്പെടുന്ന ഇത്തരത്തിലുള്ള ലൈറ്റുകളെ ഒറോറ ഓസ്ട്രാലിസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഒറോറ ബൊറിയാലിസ് എന്ന പേരിലും അതുപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിലുള്ള ഇത്തരത്തിലുള്ള നാച്ചുറൽ ലൈറ്റുകളെ ഒറോറ ഓസ്ട്രാലിസ് എന്ന പേരിലും വിളിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഫോം ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സൺ എമിറ്റ് ചെയ്യുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ഇതിനെ നമ്മൾ സോളാർ വിൻഡ് എന്നാണ് വിളിക്കുക. അതുപോലെ തന്നെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും അറ്റ്മോസ്ഫിയറിൻ്റെ കൊളീഷനും ഇതൊക്കെ തന്നെ എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിലുള്ള ഒരു നാച്ചുറൽ ലൈറ്റുകൾ രൂപീകൃതമാകുന്നതിന് കാരണമാകാറുണ്ട്. ഇപ്പം അതിനകത്ത് പ്രധാനമായിട്ടും ഓക്സിജൻ്റെ കണ്ടൻ്റാണ് കൂടുതലുള്ളതെങ്കിൽ ചിലപ്പം ഗ്രീൻ ആൻഡ് റെഡ് ലൈറ്റുകളായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. ഇനി അതല്ല, നൈട്രജൻ ആണ് ഇത്തരത്തിലുള്ള ഒരു ലൈറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ബ്ലൂ ആൻഡ് പർപ്പിൾ ലൈറ്റിലായിരിക്കും പ്രധാനമായിട്ടും നമുക്കിത് കാണാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ തെർമോസ്ഫിയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് പോളുകളിൽ കാണപ്പെടുന്ന ഒറോറ എന്ന് പറയുന്നത്. ഇത് നോർത്തേൺ പോളിലാണെങ്കിൽ ഒറോറ ബൊറിയാലിസ് എന്ന പേരിലും സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ഒറോറ ഓസ്ട്രാലിസ് എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. സോളാർ വിൻഡും എർത്തിൻ്റെ മാഗ്നറ്റോസ്ഫിയർ, ദാറ്റ് മീൻ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുകളും അറ്റ്മോസ്ഫിയറിക് കൊളീഷനും, അതായത് അറ്റ്മോസ്ഫിയറിക് കൊളീഷൻ എന്ന് പറയുമ്പോൾ ഈ ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും ആറ്റംസ് തെർമോസ്ഫിയറിൽ കൊളൈഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം ലൈറ്റുകൾ രൂപീകൃതമാകാറുണ്ട്. ഓക്കെ, അപ്പം ഇനി ഓക്സിജൻ ആണ് ഇത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഓക്സിജൻ ആണെങ്കിൽ ഗ്രീൻ ആൻഡ് റെഡ് ലൈറ്റുകളായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. നൈട്രജൻ ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ ആൻഡ് പർപ്പിൾ ലൈറ്റുകളായിരിക്കും നമുക്ക് പ്രധാനമായിട്ടും കാണാൻ കഴിയുക എന്നുള്ളതാണ്. സോ ഒറോറ എന്ന് പറയുന്നത് ഒരു പോളാർ ലൈറ്റ്സ് ആണ്. നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾസ് കാരണവും അതുപോലെ തന്നെ എർത്തിൻ്റെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കാരണവും ഒക്കെ അപ്പർ അറ്റ്മോസ്ഫിയറിൽ കാണാൻ കഴിയുന്ന ഒരു നാച്ചുറൽ ലൈറ്റ് ആണ് ഒറോറ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പം തെർമോസ്ഫിയറിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു സവിശേഷതയാണ് അതിൻ്റെ ലോവർ പാർട്സുകളിൽ കാണപ്പെടുന്ന ഒറോറ. ആൻഡ് ടെമ്പറേച്ചർ ഇവിടെ എത്തുമ്പോൾ തെർമോസ്ഫിയറിൻ്റെ ഭാഗം എത്തുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ സ്റ്റാർട്ട്സ് ഇൻക്രീസിങ് വിത്ത് ഹൈറ്റ്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ട്രോപ്പോസ്ഫിയറിൽ ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഹൈറ്റ് ആണ്. ട്രോപ്പോപാസ് ആൻഡ് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഭാഗങ്ങളിൽ ടെമ്പറേച്ചർ സ്റ്റാഗ്നൻ്റ് ആണ്. ദെൻ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ അപ്പർ പാർട്ടിൽ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഓൾട്ടിറ്റ്യൂഡ് ആണ്. ഓക്കെ, അപ്പോൾ തെർമോസ്ഫിയറിൻ്റെ ഭാഗങ്ങൾ എത്തുമ്പോഴത്തേക്കും അതുപോലെ തന്നെ
ടെമ്പറേച്ചർ ഇൻക്രീസിങ് വിത്ത് ഇൻക്രീസിങ് ഓൾട്ടിറ്റ്യൂഡ് ആകും. മെസോസ്ഫിയറിൻ്റെ ഭാഗം എത്തുമ്പം ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഓൾട്ടിറ്റ്യൂഡ് ആണ്. അവിടെ ഏറ്റവും ചൂട് കുറവുള്ള അന്തരീക്ഷത്തിൽ ഏറ്റവും ചൂട് കുറവുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് മെസോസ്ഫിയർ ആണ് എന്നും നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. ദെൻ ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് അയണോസ്ഫിയർ. അയണോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ലെയറിനെയാണ് നമ്മൾ അയണോസ്ഫിയർ എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് കെന്നലി ഹെവിസൈഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലെയറിനെ കെന്നലി ഹെവിസൈഡ് ലെയർ എന്ന പേരിലും കൂടി വിളിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അയണോസ്ഫിയറിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേയേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള അയണോസ്ഫിയറിനകത്ത് അയണൈസ്ഡ് ആയിട്ടുള്ള ലേയേഴ്സ് ആണ് ഡി റീജിയൻ, ഇ റീജിയൻ, അതുപോലെ തന്നെ എഫ് റീജിയൻ എന്ന് പറയുന്നത്. ഇതല്ലാതെ ജി റീജിയനും പ്രസൻ്റ് ആണ്, പക്ഷെ അതിനൊരു ലെയറായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ചില സമയത്ത് അതിൻ്റെ അപ്പർ ലെയറുമായിട്ട് കൊളൈഡ് ചെയ്ത് പോകുന്നത് കൊണ്ട് ജി ലെയറിനെ ഒരു വേൾഡ് വൈഡ് ആയിട്ടൊരു ലെയർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡി റീജിയൻ എന്ന് പറയുമ്പോൾ ലോവർ ആയിട്ടുള്ളൊരു ലെയറാണ്. ഡേൻ്റെ ടൈമുകളിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ലെയർ കാണാൻ വേണ്ടി കഴിയുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഒരു 60 to 90 കിലോമീറ്റർ അല്ലെങ്കിൽ 50 to 90 കിലോമീറ്ററിൻ്റെ ഭാഗങ്ങളിലാണ് ഡി ലെയർ വിസിബിൾ ആയിട്ടുള്ളത്. ലോ ഫ്രീക്വൻസി റേഡിയോ വേവ്സിനെ അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ആൻഡ് ഡിസപ്പിയേഴ്സ് അറ്റ് നൈറ്റ് ആണ്. ഓക്കെ, നൈറ്റ് ആവുന്ന സമയത്ത് ഇത് ഡിസപ്പിയർ ചെയ്യുന്നുള്ളതാണ്. ഈ റീജിയൻ എന്ന് പറയുമ്പോൾ ഒരു 90 to 120 or 150 കിലോമീറ്റർ വരെയാണ് ഈ മേഖല കാണപ്പെടുന്നത്. മീഡിയം ഫ്രീക്വൻസി റേഡിയോ വേവ്സിനെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കഴിവ് ഈ ലെയേഴ്സിനുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ദെൻ അടുത്തത് എഫ് റീജിയൻ ആണ്. എഫ് റീജിയനകത്ത് ഒരു 150 to അല്ലെങ്കിൽ 120 to ഒരു 1000 കിലോമീറ്റർ വരെയാണ് ഇതൊക്കെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. ഇതിനകത്ത് രണ്ടെണ്ണം ഉണ്ട്, F1 ഉണ്ട്, F2 ഉണ്ട്. അപ്പോൾ ഇതിൽ ഡ്യൂറിങ് ദ ഡേ ആണെങ്കിൽ ഓക്കെ, അപ്പോൾ F1 and F2 ഉണ്ട്. F1 എന്ന് പറയുന്നത് ലോവർ സെക്ഷൻ ആണ്. എഫ് റീജിയൻ്റെ ഏറ്റവും വീക്കർ ആയിട്ടുള്ള പാർട്ടാണ് F1 എന്ന് പറയുന്നത്. ഇത് രാവിലെ മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. F1 ലെയറിനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. F2 ലെയർ എന്ന് പറയുമ്പോൾ എഫ് റീജിയൻ്റെ ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. മോസ്റ്റ് ഡെൻസ് പാർട്ട് ഓഫ് ദ എഫ് റീജിയൻ ആണ്. ഹൈ ഫ്രീക്വൻസി റേഡിയോ വേവ്സിനെ റിഫ്രാക്ട് ചെയ്യുന്നതിന് ഇത് പ്രധാനപ്പെട്ട കാരണമാക്കുന്നു എന്നുള്ളതാണ്. ദെൻ ഈ ഒരു ലെയറിനെ ആപ്പിൾട്ടൺ ലെയർ എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അയണോസ്ഫിയറിൻ്റെ ഫീച്ചേഴ്സ്. ദെൻ അതുപോലെ തന്നെ അയണോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമ്മൾ റേഡിയോ വേവ്സിനെ റിഫ്ലക്റ്റ് ചെയ്യുകയും ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ. അതുപോലെ തന്നെ GPS ആൻഡ് സാറ്റലൈറ്റ് സിഗ്നലുകൾ ഇതിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ അയണോസ്ഫിയർ മേഖല എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ കാണുന്ന ഒരു ലെയറാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. എർത്തിൻ്റെ ഏറ്റവും അപ്പർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ലെയറാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 400 കിലോമീറ്ററിൻ്റെ മുകളിലുള്ള ഭാഗങ്ങളെയാണ് എക്സോസ്ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടുത്തെ എയർ എന്ന് പറയുന്നത് എക്സ്ട്രീംലി റെയർഫൈഡ് ആൻഡ് ദ ടെമ്പറേച്ചർ ഗ്രാജുവലി ഇൻക്രീസസ് ത്രൂ ദ ലെയർ എന്നുള്ള. അപ്പം ഈ റെയർഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി തിന്നായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ലോ ഡെൻസിറ്റി ഉള്ള ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ നമ്മൾ കാണുന്ന എയറിനെയാണ് റെയർഫൈഡ് എയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഭാഗത്തെ എക്സോസ്ഫിയറിൻ്റെ ഭാഗങ്ങളിൽ അത്തരത്തിലുള്ളൊരു എയറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ തിന്നായിട്ടുള്ള ലോ ഡെൻസിറ്റി ഉള്ളൊരു എയറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ടെമ്പറേച്ചർ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആൻഡ് ലൈറ്റ് ഗ്യാസസ് ലൈക്ക് ഈ ഹീലിയം ആൻഡ് ഹൈഡ്രജൻ ഫ്ലോട്ട് ഇൻ ടു ദ സ്പേസ് ഫ്രം ഹിയർ എന്നുള്ളതാണ്. അപ്പം ഹൈഡ്രജനും ഹീലിയം പോലുള്ള ലൈറ്റ് ഗ്യാസസുകളൊക്കെ തന്നെ സ്പേസിലേക്ക് ഫ്ലോട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണെന്ന് പറയുന്നു. ടെമ്പറേച്ചർ ഗ്രാജുവലി ഇൻക്രീസസ് ത്രൂ ദ ലെയർ എന്നുള്ളതാണ്. ദെൻ ദിസ് ലെയർ കോയിൻസൈഡ്സ് വിത്ത് സ്പേസ് എന്നുള്ളതാണ്. അപ്പം എക്സോസ്ഫിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്പേസ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സാറ്റലൈറ്റ് ഒക്കെ കാണുന്നത് എക്സോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയറിൻ്റെ ഭാഗങ്ങളിലാണ്. ദെൻ തെർമോസ്ഫിയറിൽ സ്പേസ് ക്രാഫ്റ്റും ഒറോറ പോലുള്ള ഫീച്ചേഴ്സ് തെർമോസ്ഫിയറിൻ്റെ ഫീച്ചേഴ്സാണ്. മെസോസ്ഫിയറിലാണ് മീറ്റിയോർസ് മെസോസ്ഫിയറിൻ്റെ ഒരു ഫീച്ചറാണ്. റേഡിയോസോണ്ട് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ എയർക്രാഫ്റ്റ്, ക്ലൗഡ് അങ്ങനെയുള്ള വെതർ ഫിനോമിനാസ് മുഴുവനായിട്ട് നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ് എന്നുള്ളതാണ്. എയർക്രാഫ്റ്റ് വരുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് കെമിക്കലായിട്ടുള്ള ഒരു കോമ്പോസിഷൻ്റെ അടിസ്ഥാനത്തിൽ അറ്റ്മോസ്ഫിയറിനെ ഹോമോസ്ഫിയർ ആൻഡ് ഹെട്രോസ്ഫിയർ എന്ന് രണ്ടായിട്ട് തരംതിരിച്ചിരുന്നു. ഹോമോസ്ഫിയർ എന്ന് പറയുമ്പം ഈ ഒരു യൂണിഫോം സോണാണ്. യൂണിഫോം സോൺ എന്ന പേരിലാണ് ഹോമോസ്ഫിയർ അറിയപ്പെട്ടത്. ഇതിൽ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ ആൻഡ് മെസോസ്ഫിയർ ഉണ്ട്. ഇനി ഹെട്രോസ്ഫിയർ എന്ന് പറയുന്ന സമയത്ത് ഒരു മോളിക്യുലാർ വെയ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അറ്റ്മോസ്ഫിയർ ലെയേർഡ് ആയിരിക്കുന്ന സ്ഥലമാണ് ഹെട്രോസ്ഫിയർ എന്ന് പറഞ്ഞു. അതിനകത്ത് നൈട്രജൻ ലെയർ, ഓക്സിജൻ ലെയർ, ഹീലിയം ലെയർ, ഹൈഡ്രജൻ ലെയർ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു.
ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ടെമ്പറേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചു ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, അതുപോലെ തന്നെ എക്സോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുമ്പം എല്ലാ വെതർ ഫിനോമിനാസും നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അവിടെ എൻവയോൺമെൻറ്റ് ലാപ്സ് റേറ്റ് ആണ്, നോർമൽ ലാപ്സ് റേറ്റ് ആണ്. ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഓൾട്ടിറ്റ്യൂഡ് ആണ്. ദെൻ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ലോവർ പോർഷനും ട്രോപ്പോപോസിൻ്റെ ഭാഗവും ടെമ്പറേച്ചർ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ മുകളിലുള്ള ഓസണോസ്ഫിയറിൻ്റെ, സ്ട്രാറ്റോസ്ഫിയറിൻ്റെ അപ്പർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള ഓസണോസ്ഫിയറിൻ്റെ ഭാഗങ്ങളിൽ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഓൾട്ടിറ്റ്യൂഡ് ആണെന്ന് പഠിച്ചു. ദെൻ അത് കഴിഞ്ഞാൽ മെസോസ്ഫിയർ, എർത്തിലെ ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് മെസോസ്ഫിയർ ആണെന്ന് പഠിച്ചു. അതിൻ്റെ തൊട്ട് മുകളിലാണ് നമ്മുടെ തെർമോസ്ഫിയർ വരുന്നത്. തെർമോസ്ഫിയറിനകത്ത് വരുന്ന അയണോസ്ഫിയർ പഠിച്ചു. അയണോസ്ഫിയറിന് ശേഷം അയണോസ്ഫിയറിനകത്ത് വരുന്ന DF തുടങ്ങിയ ലെയേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഈ ലെയറിനെ കുറിച്ചുമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞാൽ വരുന്നതാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. സ്പേസും ആയിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടെ ടെമ്പറേച്ചർ കമ്പാരിറ്റീവ്ലി കൂടുതലാണ് എന്നും അതുപോലെ തന്നെ അവിടുത്തെ എയർ എന്ന് പറയുന്നത് വളരെ തിന്നാണ്, അതായത് റെയറിഫൈഡ് ആണ് എന്നുമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ചുരുക്കത്തിൽ അറ്റ്മോസ്ഫിയറിൻ്റെ കോമ്പോസിഷനാണ് യഥാർത്ഥത്തിൽ എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എർത്തിൻ്റെ കോമ്പോസിഷനും അതിൻ്റെ സ്ട്രക്ചറിനും വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്. എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും അതിലെ ക്ലൈമറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവിടെ ലൈഫ് പോസിബിൾ ആക്കുന്നതിനും അറ്റ്മോസ്ഫിയർ ഇത്തരം കാര്യങ്ങളെ ബാലൻസ് ചെയ്യുന്നത് അതിൻ്റെ കോമ്പോസിഷനെയും സ്ട്രക്ചറിനെയും നിലനിർത്തിക്കൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.